ഇറാന് അന്ത്യശാസനം നൽകി നമ്മുടെ ട്രംപ്. ഇപ്പോൾ 48 മണിക്കൂറാകാൻ പോന്നു. അന്ത്യശാസനം 48 മണിക്കൂറിനകം യു എസുമായിട്ട് കരാറിൽ ഏർപ്പെടണമെന്നാണ് നിർബന്ധം കേട്ടോ. കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നരകം പെയ്തിറക്കും എന്നാണ് ഇറാന് മേളിൽ. ഹെൽ, അതായിട്ട് നേരെ നരകം, അതുപോലെ വിൽ ഫോൾ ഓൺ ഇറാൻ. ഇതാണ് ആ വരട്ട്. അവർ പുച്ഛിച്ച് തള്ളി ഇറാൻ. എന്നിട്ട് പറഞ്ഞു, അമേരിക്കയ്ക്ക് ഞങ്ങൾ സർപ്രൈസ് തരുന്നുണ്ട്, അത് കാത്തിരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചെയ്തേക്കുന്നത്. ഈ അന്ത്യശാസനം അങ്ങോട്ട് കൊടുത്ത് ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ അമേരിക്കയുടെ വളരെ വലിയ 2 വിമാനങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട വളരെ വിലയേറിയ F-15 ഉൾപ്പെടെയുള്ള 2 വിമാനങ്ങൾ ഇവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ്റെത് വെടിവെച്ചിട്ടു, തകർത്തു. അതിൽ ഒരെണ്ണം ഇറാനിൽ തന്നെ വീണത്. ആ വിമാനം ഇറാനിനകത്ത് വീണ് കഴിഞ്ഞപ്പോൾ അതിലെ പൈലറ്റുമാരെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ഇസ്രായേൽ ആക്രമണം പോലും നിർത്തിവെച്ചു കുറച്ച്. കാരണം എങ്ങനെയെങ്കിലും പൈലറ്റുമാരെ ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ. ആ 2 ഹെലികോപ്റ്റർ വളരെ താഴ്ന്ന് പറക്കുകയൊക്കെ ചെയ്തു ഇറാൻ്റെ മേളിൽ, അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ. അതിനെ ഇറാൻ ആക്രമിച്ചു. അതിന് വെടിയേറ്റിട്ടുണ്ട് എന്നുള്ളത് അവസാനം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് ഇവിടുന്ന് ജീവനും കൊണ്ട് കടന്ന് അവർ കൊണ്ട് അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയി. പിന്നെ ആ ഹെലികോപ്റ്ററുകൾക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. പക്ഷേ അത് ആക്രമിക്കപ്പെട്ടുവെന്നും അതിന് വെടി ഏറ്റിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്. അതിനിടയിൽ ഇറാൻ്റെ മേളിൽ വളരെ വലിയ ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും കൂടെ അഴിച്ചുവിട്ടത് ഈ കഴിഞ്ഞ ദിവസം. അതിൽ ടെഹ്റാനിലെ ബാക്കി അവിടെ തകർക്കാൻ ഇനി ഒന്നുമില്ല. ഇനി അവിടെ തകർക്കാൻ മണ്ണ് കൂമ്പാരങ്ങളും കോൺക്രീറ്റ് കൂമ്പാരങ്ങളും ഒക്കെ ഉള്ളൂ, അല്ലാതെ വേറൊന്ന് തകർക്കാനൊന്നുമില്ല. അത് അവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ ബോംബ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ആണവോർജ കേന്ദ്രം അത് ആക്രമിച്ചിട്ടുണ്ട്. അവിടുന്ന് അതിലെ റഷ്യക്കാർ വർക്ക് ചെയ്യുന്ന ഭാഗമാണ്, ജോലി ചെയ്യുന്നതാണ്. അവിടുന്ന് റഷ്യക്കാരെ ലിഫ്റ്റ് ചെയ്യണം. അതിന് സോവിയറ്റ് യൂണിയൻ ഇതിനെ അപലപിച്ചിട്ടുണ്ട്, ഈ ആക്രമണത്തെ. കാരണം ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ആണ് ഇനിയിപ്പോൾ ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും എന്നും പറഞ്ഞ വർത്തമാനമാണല്ലോ. അപ്പോൾ അവിടെ ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ ഹോർമൂസ് കടക്കാനായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് മിസൈൽ വർഷിച്ച് അതങ്ങ് കത്തിച്ചു ഇറാൻ. അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആ യുദ്ധം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ വരുമ്പോൾ, അതായത് ഇപ്പോൾ എന്നാൽ ഇന്ത്യയുടെ കപ്പലുകൾ അവിടുന്ന് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇറാനും അമേരിക്കയുമായിട്ട് ബന്ധമുള്ള ഒരു കപ്പലുകളും അതുവഴി വിടത്തില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഫെബ്രുവരി 28 മുമ്പുള്ള സ്ഥിതിയിലേക്ക് ആ ഹോർമൂസ് മാറ്റത്തില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കി പറഞ്ഞേക്കുന്നത്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചല്ലോ. ഈ അമേരിക്കയുടെ ആക്രമണം, യുദ്ധം എന്ന് പറയാൻ ഒക്കത്തില്ല, ഏകപക്ഷീയമായ ഒരു ആക്രമണമാണ് ആദ്യം നടത്തി ഈ ആയത്തുള്ള അലി ഖൊമേനിയെയും കുടുംബത്തെയും ഒക്കെ വധിച്ചത്. അപ്പോൾ അന്ന് മുതൽ അതിന് മുമ്പുള്ള കാലം വരെ ഈ ഹോർമൂസ് കടലിടുക്ക് ഒന്നും ഉപരോധമൊന്നുമില്ല, സുഗമമായിട്ട് എല്ലാ കപ്പലുകൾക്കും കടന്നു പോകാവുന്നതാണ്. പക്ഷേ ആ രീതിയിലേക്ക് ഇനി പോകത്തില്ല എന്നാണ് ഇറാൻ പറഞ്ഞേക്കുന്നത്. ഇറാൻ വിചാരിക്കുന്ന കപ്പലുകളെ പോകുള്ളൂ. അമേരിക്കയും ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള ഒരു കപ്പലുകളും അതുവഴി കടത്തി വിടുകയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, ക്രൂഡ് ഓയിലിൻ്റെ വില ഇങ്ങനെ കുതിച്ച് കയറുകയാണ്. ഇപ്പോൾ ഒരു ബാരലിന്, അതായത് അത് 50% കൂടിയേക്കുന്നത്, ഒരു ബാരലിന് ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന് $109 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൂടുക എന്ന് പറഞ്ഞാൽ കൂടാനേ ഒക്കുള്ളൂ, കുറയത്തില്ല ഒരിക്കലും. ആ രീതിയിലേക്കായി. കാരണം എല്ലാ എണ്ണപ്പാടങ്ങളും കത്തിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എണ്ണ ഉൽപ്പാദനം ഒന്നും എളുപ്പമൊന്നും നടക്കുന്നതല്ല. അപ്പോൾ അതിന് വളരെ വില കൂടും, വലിയ പ്രശ്നവുമാണ്. അപ്പോൾ ഇപ്പോൾ ഇറാഖ് എന്നെ ഇതുപോലെ ആക്രമിച്ച് ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് വളരെയധികം ബോംബ് വർഷിക്കുകയാണ് ഇറാൻ്റെ മേളിൽ. വളരെ വലിയ അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ വെറുതെ ഇരിക്കുകയല്ല. അവർക്ക് പറ്റുന്ന ഇവരുടെ അലൈസായിട്ടുള്ള ആളുകൾ ഇപ്പോൾ കുവൈറ്റിലെ വൻ നാശമാണ് ഉണ്ടാക്കിയേക്കുന്നത്. കുവൈറ്റിൽ ഒരു വളരെ ഇലക്ട്രിസിറ്റി പവർ പ്ലാന്റ് അത് തകർത്തിട്ടുണ്ട്. പിന്നെ
കുടിവെള്ളം എടുക്കുന്ന ഡീസലൈനൈസേഷൻ പ്ലാന്റ് അത് തകർത്തു. അതുപോലുള്ള ഒരുപാട് നാശങ്ങളാണ് കുവൈറ്റിലുണ്ടാക്കിയിരിക്കുന്നത്. ബഹ്റിനിൽ ഇതുപോലെ ബഹ്റിനകത്തിലും വളരെ വലിയ നാശമാണ് ഇറാൻ ഉണ്ടാക്കിയത്. കാരണം അവർക്ക് അമേരിക്ക ഇതേപോലെ ചെയ്യുമ്പോൾ അവർക്ക് പറ്റുന്ന അവർക്ക് അടുത്ത് കിടക്കുന്നിടത്തോട്ട് അവർ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നടക്കുന്നത്. ഇപ്പോൾ അത് കാരണം ഈ കുവൈറ്റിലുണ്ടായ നാശം കണക്കാക്കിയെടുക്കാൻ പോലും പറ്റാത്ത വലിയ നാശമാണ്. ബഹ്റിനിൽ അതേപോലെ നാശമാണ്, വലിയ നാശനഷ്ടമാണ്. ഇവിടെയൊക്കെ മനുഷ്യജീവിതങ്ങളുണ്ടെന്ന് ഓർക്കണ്ടേ? ഈ പ്രശ്നം, ഈ യുദ്ധം നിന്നില്ലെങ്കിലുള്ള കുഴപ്പം അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ഇരുന്നുകൊണ്ട് പറയാം, ഇന്നതുപോലെ ഞങ്ങൾ തകർത്ത് കളയും, അവിടെ നരകം പെയ്ക്കും. അയാളെ ഇവിടെ നരകം പെയ്പ്പിക്കുമ്പോൾ ഇവര് ബാക്കിയുള്ള രാജ്യങ്ങളിലാണ് നരകം പെയ്പ്പിക്കുന്നത്. അതാണ് പ്രശ്നം. ഇനി ഇത് മാത്രമല്ല, ഇത് കൂടാതെ, അതായത് ഈ ഹോർമൂസ് കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കടലിടുക്കുണ്ട്, ബാബ് അൽ മന്ദം എന്ന് പറയുന്ന ഒരു കടലിടുക്കുണ്ട്. അത് കപ്പൽപാതയാണ്. അത് പ്രധാന കപ്പൽപാതയാണ്. അത് അതിൻ്റെ കൂടെ നിയന്ത്രണം അതിലേക്കും, ആ കടലിടുക്കിലേക്കും നിയന്ത്രണം വ്യാപിപ്പിക്കുമെന്നും അവിടെ തടസ്സം ഉണ്ടാകുമെന്നും ഇപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സൂചനയാണെന്നുണ്ടെങ്കിൽ കപ്പൽ ഗതാഗതം വളരെയധികം മോശമായിട്ട് മാറും. ചെങ്കടലിനെ ഏദൻ കടലിടുക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് ഈ അൽ മന്ദാബ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു വശത്ത് യമനാണ്. അപ്പോൾ യമനിലാണ് ഈ ഹൂതികളെന്ന് പറയുന്ന വിഭാഗമുള്ളത്. ഹൂതികൾ പിന്നെ ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതി വിമതർ, അവരാണ് ഈ ബാബ് അൽ മന്ദാബ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു നേരത്തെ. 2023 ഒക്ടോബറിൽ അവിടെ വന്നപ്പോൾ ഇതിങ്ങനെ അവർ പറഞ്ഞിരുന്നു, യുദ്ധം ആരംഭിച്ചപ്പോൾ. കാരണം അവരെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നപ്പം മിസൈലുകളും ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും നിറഞ്ഞ ബോട്ടുകളും ഉപയോഗിച്ചാണ് ഈ ഹൂതികൾ കപ്പലുകളെ ആക്രമിച്ചത് വഴിയുള്ളത്. ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കപ്പലുകൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ അവർ. ഇനി ഇത് വരാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇസ്രായേൽ ഈ ഹൂതികളെ, ഇറാൻ അവരെ ഉപയോഗിച്ചിട്ട് ഈ അൽ മന്ദാബ് കടലിടുക്കിൻ്റെയും കൂടെ യഥാർത്ഥത്തിൽ അതിൻ്റെയും കൂടെ പ്രവർത്തനം, അതിൻ്റെയും കൂടെ അധികാരം അവരിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അത് വിഘ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, വിഘാതം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ലോകത്ത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ചെങ്കടലിൽ നിന്ന് ഒരൊറ്റ കപ്പലിനും ഏഡൻ കടലിലേക്ക് കടക്കാൻ ഒക്കത്തില്ല. ആ കടലിൽ കൂടെ അടച്ചു കഴിഞ്ഞാൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. വ്യാപാര മേഖല മുഴുവൻ തകരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് ഈ ട്രംപ്, അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുമായിട്ട് US കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇവരെ നശിപ്പിച്ച് കളയുമെന്നാണ്. കരാറിൽ ഏർപ്പെടണമെന്ന് ആര് പറഞ്ഞു? ഒരാളുമായിട്ട് കരാറിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞ് അയാളെ എടുത്തിട്ട് അടിക്കാൻ പറ്റുമോ? അയാൾക്ക് മനസ്സില്ല കരാറിൽ ഏർപ്പെടാൻ. അയാൾ US എന്തോത്തിന് കരാറിൽ ഏർപ്പെടേണ്ടത്? എന്തിന് ഇറാൻ US കരാറിൽ ഏർപ്പെടണം? വിവരമുള്ള ഒരു കാര്യമാണ് വിളിച്ചു പറയുന്നത്. ഒരു ലോകത്തെ സ്വേച്ഛാധിപതി, ഏകാധിപതി ആണ് ഇപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത്. അയാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി അനുഭവിക്കുന്ന ആരാണ്? ഇപ്പോൾ കുവൈറ്റ്, ബഹ്റിൻ, അവരൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടിലായി. കുവൈറ്റാണ് ഒരുപാട് നശിപ്പിക്കപ്പെട്ടത്. ബഹ്റിൻ അതേപോലെ തന്നെ. അതൊക്കെ ചെറു രാജ്യങ്ങളാണ്. അവരുടെയൊക്കെ സംവിധാനം എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. അവരെയൊക്കെ നശിപ്പിക്കുകയാണ്. ഇവരെ പവർ പ്ലാന്റ്, ഇറാൻ്റെ പവർ പ്ലാന്റ് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് അവർ ചെയ്യുന്നത് ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിലെ പവർ പ്ലാന്റുകളെല്ലാം ആക്രമിക്കുമെന്ന് അവർ പറഞ്ഞേക്കാണ്. കാരണം അവർക്ക് അടുത്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. ഇസ്രയേലിലേക്ക് ഇതേപോലെ തന്നെ ആക്രമണം നടത്തി ഇന്നലെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഘോരമായ ആക്രമണമാണ് ഇറാൻ്റെ മേലിലുണ്ടായത്. അതിന് പകരമായിട്ടാണ് അവിടെ വലിയ തീപിടുത്തമാണ് കുവൈറ്റിലുണ്ടായത്. കുവൈറ്റിൽ ഒരു വലിയ എണ്ണ സംഭരണശാല നശിപ്പിച്ചു, തീപിടുത്തമായി. മുഴുവൻ വളരെ വലിയ തീയാണ് അവിടെ ഉണ്ടായത്. ആ തീ ഇപ്പോൾ പോലും അണച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള തീപിടുത്തമാണ്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഇതിൻ്റെ വ്യാപ്തി ഒരുപാട് കൂടുകയാണ്. ഈ ട്രംപ് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം, ഒരു മര്യാദയ്ക്ക് ലോകത്തിന് ആവശ്യമുള്ള ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. അവരുമായിട്ട് കരാർ ഏർപ്പെടാൻ ഇറാൻ തയ്യാറല്ലെങ്കിൽ ഇറാനെ കരാറിൽ ഏർപ്പെടണ്ട, അത്രയല്ലേ ഉള്ളൂ. അതിന് പകരം കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇവർ പൊരിച്ചു കളയുമെന്നും പറഞ്ഞ് തുടങ്ങുകയാണ്. അതിനപ്പുറത്തെ പണിയാണ് ഇവർ കാണിക്കുന്നത്. ഇവർ നോക്കിയിരിക്കും,
ഇരുന്നുകൊണ്ട് ഇവർ ചെയ്യും. ഇവർക്കവിടെ സൈന്യ ശക്തി ശേഷിയും വ്യോമ പ്രതിരോധന സംവിധാനം മുഴുവൻ തകർത്തെന്ന് പറഞ്ഞിട്ടാണ് ആ പറഞ്ഞ നാക്ക് വായിലോട് ഇടുന്നതിന് മുമ്പാണ് വലിയ F-15 ഉൾപ്പെടെയുള്ള 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടത്. ഈ വ്യോമ പ്രതിരോധ സിസ്റ്റമാണ് അവർക്ക് അത് വർക്ക് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇത് ചുമ്മാതെ നാക്കിട്ടലയ്ക്കുക എന്നുള്ളതല്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ബഫൂണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം നശിപ്പിച്ചയാൾ അടങ്ങും എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ക്രൂഡിൻ്റെ വില ഇതുപോലെ കയറും. എണ്ണവില, വാതക, LPG ഇതിൻ്റെ എല്ലാം വില ഇങ്ങനെ കൂടും. വളരെ ബുദ്ധിമുട്ടാകും. ജനങ്ങളെല്ലാം കഷ്ടപ്പെടും. അതുപോലെ തന്നെ പ്രവാസി സഹോദരങ്ങൾ, നമ്മുടെ ഇത്രയും പേര് ജോലി ചെയ്യുന്നതാണ്, 1 കോടിയിൽ പരം പ്രവാസി സഹോദരങ്ങൾ. അവരിനി എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും? അവരുടെ ജീവിതം അവർ കൂരിരുട്ടിന് നോക്കിയിരിക്കുകയാണിപ്പോൾ. വളരെ കഷ്ടമാണ്. ഇറാൻ വെടിവെച്ചിട്ട F-15 വിമാനത്തിലെ പൈലറ്റിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവിടുന്ന് ഇറാനിൽ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ് 2 ഹെലികോപ്റ്റർ ഇങ്ങനെ താഴ്ന്നു പറന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത്. ഇതുവരെ അയാളെ ഇറാൻ്റെ പരിധിക്ക്, അതായത് ഈ പൈലറ്റിനെ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട് അവർ. പക്ഷേ കണ്ടെത്തിയാലും അയാളെ വെളിയിലോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം വേണ്ടേ? അതിനു മുമ്പായിട്ട് തന്നെ ഇറാൻ ഒരു വലിയ ഓഫർ ജനങ്ങൾക്കും കൊടുത്തു. 61 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഈ പൈലറ്റിനെ ജീവനോടെ പിടികൂടി ഏൽപ്പിക്കുന്നവർക്ക്, ഇറാനെ ഏൽപ്പിക്കുന്നവർക്ക്, ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നവർക്ക് 61 ലക്ഷം രൂപ. 61 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്ന് ഇറാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ്. ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാടി അവിടുത്തെ ഗ്രാമീണരുൾപ്പെടെ ഉണ്ടല്ലോ, ആയുധങ്ങൾ, തോക്കുമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കാണ് ഇയാളെ തിരക്കി. അയാളെ പിടികൂടി കൊടുത്തു കഴിഞ്ഞാൽ ജീവനോടെ പിടികൂടി കൊടുക്കുന്നവർക്ക് 61 ലക്ഷം രൂപ കിട്ടുമല്ലോ. അതാണ് ഓഫർ. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് ഈ കൊടുത്തേക്കുന്നത്. കാരണം ഇയാളെ ജീവനോടുകൂടി പിടികൂടിയാൽ അത് ഇറാൻ്റെ പിടിയിലായിക്കഴിഞ്ഞാൽ, അയാളായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കുമായിട്ട് ഇയാളെ വെച്ച് വിലപേശാൻ ഒരു മാർഗം കൂടെ ഇറാന് തുറന്നു കിട്ടും. അതാണ് കാര്യം. കാരണം ഇങ്ങനൊരു പൈലറ്റിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും അമേരിക്ക തയ്യാറാവത്തില്ല. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അവർ തയ്യാറാവും. അപ്പോൾ അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഇറാൻ്റെ മേളിൽ അല്ലാത്ത ഭീഷണിയൊന്നും അവരുടെ മേളിൽ നടക്കുന്നില്ല. അപ്പം ഇറാൻ പിന്നെ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു കാര്യം വീണ് കിട്ടിയാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അതാണ് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കാൻ കാരണം. ഏതായാലും വലിയ കളികൾ, യുദ്ധക്കളികൾ തമ്മിൽ നടക്കുകയാണ്. ഇറാൻ്റെ ഈ അതായത് ഉപരോധ ശക്തി, അവർ ഈ കടലിടുക്കുകൾ ഉപരോധിക്കുന്നത്, പിന്നെ അത് കൂടാതെ വ്യോമ പ്രതിരോധ ശക്തി, ഇതൊന്നും കുറച്ച് കാണാനൊന്നും പറ്റത്തില്ല. എല്ലാം തകർത്തം തന്നെ അവകാശം. പക്ഷേ ഇപ്പോഴെങ്ങനെ ഈ വിമാനത്താഴെ വീണേ, അതും ചിന്തിച്ചാൽ മാത്രം മതിയല്ലോ നമുക്ക്.